പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇന്നത്തെ മത്സരത്തിൻ്റെ റിവ്യൂമായിട്ടാണ് പോകുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് FC ഗോവ മത്സരത്തിൻ്റെ റിവ്യൂമായിട്ടാണ് പോകുന്നത്. ആ മത്സരം കണ്ടപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്ത് പരാജയം നേടി സീസണിലെ 5ാം മത്സരമാണ് ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടത്. ഈ ഒരു പരാജയത്തോടെ സീസണിലെ 5 പരാജയങ്ങളും ബ്ലാസ്റ്റേഴ്സ് നേരിട്ടിരിക്കുകയാണ്. 3 വിജയം മാത്രം ബ്ലാസ്റ്റേഴ്സ് 9 കളികളിൽ നിന്നത് ഇതുവരെ ബ്ലാസ്റ്റേഴ്സ് നേരിട്ടുണ്ട്. വിജയിച്ച് 3 മത്സരം മാത്രമാണ്, എടുത്താണ് 3 വിജയം മാത്രം. ഈ ഒരു മത്സരം കണ്ടപ്പോൾ വളരെയധികം നിരാശ തോന്നി. കഴിഞ്ഞ മത്സരത്തിൽ ചെന്നൈയിൻ എഫ്സിക്കെതിരെ 3-0 ഈ സീസണിലെ ആദ്യ ക്ലീൻ ഷീറ്റ് സ്വന്തമാക്കിയ ഒരു മത്സരമായിരുന്നു ചെന്നൈയിൻ എഫ്സിക്കെതിരായിട്ടുള്ള മത്സരം. ആ ഒരു വിജയത്തിൻ്റെ കോൺഫിഡൻസുമായിട്ടാണ് ഗോവക്കെതിരെ ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുന്നത് എന്നുള്ളത് തന്നെ ഫാൻസ് എല്ലാവരും പ്രതീക്ഷയിലായിരുന്നു. പക്ഷേ ഇന്നത്തെ മത്സരം കണ്ടപ്പോൾ ബ്ലാസ്റ്റേഴ്സിലെ പെർഫോമൻസ് വളരെയധികം മോശം പെർഫോമൻസ് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. നമ്മൾ 9 മത്സരങ്ങളായി ഇതുവരെ 3 വിജയം മാത്രം ബ്ലാസ്റ്റേഴ്സ് നേടിയെടുത്തത്. ഈ ഒരു സീസണിൽ ബ്ലാസ്റ്റേഴ്സ് വളരെയധികം മോശം പെർഫോമൻസാണ് കാഴ്ചവെച്ചുകൊണ്ട് ഈ പെർഫോമൻസ് വെച്ച് ബ്ലാസ്റ്റേഴ്സിന് എത്രത്തോളം ഇനി വരുന്ന നമ്മളുടെ ഡെർബി മത്സരമായ ബംഗളൂരു എഫ്സിക്കെതിരായിട്ടുള്ള മത്സരമായാലും പിന്നീട് വരുന്ന മോഹൻബഗാൻ മത്സരമായാലും എത്രത്തോളം പിടിച്ചു നിൽക്കാൻ പറ്റുമെന്നുള്ളത് നമ്മൾ ശരിക്കും ഫാൻസ് വിലയിരുത്തേണ്ട ഒരു വിഷയം തന്നെയാണ്. നമ്മൾ ഇൻഡിവിജ്വൽ എറേഴ്സ് ചെയ്യുന്നതാണ് ഈ 5 മത്സരങ്ങൾ നമ്മൾ പരാജയപ്പെട്ടിട്ടുള്ളത്. ഇനി എത്രത്തോളം ഇൻഡിവിജ്വൽ എറേഴ്സ് വെച്ച് ഇൻഡിവിജ്വൽ എറേഴ്സ് നമ്മൾ പരാജയപ്പെട്ടു എന്ന് പറയാനായി പറ്റുമെന്ന് എനിക്കറിയില്ല. ഈ സീസൺ ആരംഭിക്കുന്നതിന് മുമ്പ് നമ്മൾ ഏറ്റവും ആദ്യം പ്രീ സീസൺ തുടങ്ങിയ ടീമാണ് ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഈ ബ്ലാസ്റ്റേഴ്സിൽ നിന്നും 9 മത്സരങ്ങൾ ISL മുമ്പ് ഡൂറൻ കപ്പ് ഉൾപ്പെടെ ഇപ്പോൾ ISL 9 മത്സരങ്ങളും കഴിഞ്ഞു. ഇത്രയും കളികളായിട്ട് ഇൻഡിവിജ്വൽ എറേഴ്സ് ഈ കോച്ച് ബ്ലാസ്റ്റേഴ്സിന് മാറ്റിയെടുക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ശരിക്കും നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. ടോപ്പ് 6 സ്ഥിരമായി എത്തിച്ചിരുന്ന ഒരു ഫൈനൽ ഉൾപ്പെടെ എത്തിച്ച ഇവാൻ കൊമനോവിച്ചിനെ സാക്ക് ചെയ്തുകൊണ്ടാണ് നമ്മൾ മൈക്കിൾ സ്റ്റാറിനെ കോച്ചായി കൊണ്ടുവന്നത്. പക്ഷെ ഇതുവരെ അദ്ദേഹത്തിന് ഒരു സെറ്റായ ഒരു 11 പോലും കണ്ടെത്താനായി പറ്റിയിട്ടുണ്ടെന്ന് തോന്നിയിട്ടില്ല ഈ 9 കളികളിൽ. ഇനി നമ്മൾ പോകാൻ പോകുന്നത് ബംഗളൂരു FC അത് കഴിഞ്ഞിട്ട് മോഹൻബഗാൻ പോലത്തെ ടീമുകളായിട്ട് നമ്മൾ അടുത്ത മത്സരങ്ങൾ വരാൻ പോകും. ഈ ഒരു പെർഫോമൻസ് വെച്ച് ഈ സീസൺ ടോപ്പ് 6 എത്താൻ പറ്റുമോ എന്നുള്ള എൻ്റെ സംശയവും. 5 മത്സരങ്ങൾ ഇതിനോടകം പരാജയപ്പെട്ട ബ്ലാസ്റ്റേഴ്സ് ഇനി അടുത്ത 2 മത്സരങ്ങൾ വരുന്നത് ഈ ലീഗിലെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ടീമുകളായ ബംഗളൂരു FC, മോഹൻബഗാൻ പോലത്തെ ടീമുകൾക്കെതിരെ ഈ ഒരു പെർഫോമൻസ് വെച്ച് എത്രത്തോളം അവരെ ടീം ജയിച്ച് കയറാൻ പറ്റും എന്നുള്ളത് നമുക്കറിയില്ല. ഇനിയൊരു തോൽവികൾ തൊട്ട് കഴിഞ്ഞാൽ 6, പിന്നെ ഒരു തോൽവികൾ തൊട്ട് കഴിഞ്ഞാൽ 7 വീണാവും. പിന്നീട് എങ്ങനെ നമ്മൾ ടോപ്പ് 6ലേക്ക് എത്തുമെന്നുള്ളത് ഈ സീസൺ കണ്ടറിയേണ്ട ഒരു വിഷയം തന്നെയാണ്. നമ്മളുടെ ഈ സീസണിലെ എല്ലാവരും പറഞ്ഞ ആൻഡ്രിയ ലൂണയുടെ പെർഫോമൻസ് മോശമാണ്. പക്ഷേ ഇന്നലെ ആൻഡ്രിയ ലൂണ അവസാന ടൈമിൽ പോലും സന്ദീപിന് കൊടുത്ത ഒരു ക്രോസ് അത്ര കമ്മിറ്റ്മെൻറ്റാണ് അദ്ദേഹം ടീമിനോട് കാണിക്കുന്നത്. ഈ ഒരു കമ്മിറ്റ്മെൻറ്റ് നമ്മളുടെ ടീമുകളിൽ എല്ലാവരും കാണിക്കണം. അടുത്ത സീസൺ ഈ ഒരു വരുന്ന ജനുവരിയിലെങ്കിലും പ്ലേയേഴ്സിനെ ബെഞ്ച് സ്ട്രെങ്ത്തായി കൊണ്ടുവരണം. ഇനിയിപ്പോൾ കോച്ചിനെയാണ് മാറ്റേണ്ടത് എന്ന് വെച്ചാൽ കോച്ചിനെ മാറ്റേണ്ടി വരും. കോച്ചിനെ മാത്രങ്ങൾ മാറ്റിയിട്ട് എന്ത് കാര്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്നുവെച്ചാൽ ISL 11 സീസൺ കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ കോച്ചിനെ സാക്ക് ചെയ്ത് പുതിയ കോച്ചുമാരെ കൊണ്ടുവന്നിട്ടുള്ള ചരിത്രവും നമ്മൾ ബ്ലാസ്റ്റേഴ്സിനുള്ളത്. അതുകൊണ്ട് തന്നെ കോച്ചിനെ മാറ്റിക്കൊണ്ട് ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു റിസൾട്ട് മാറ്റം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് ബെഞ്ച് സ്ട്രെങ്ത്താണ് വേണ്ടത്. സന്ദീപിൻ്റെ സ്ഥാനത്ത് പ്ലേയേഴ്സിനെ വേറെ കൊണ്ടുവരണം, ബാക്കായിട്ട് വേറെ പ്ലേയേഴ്സിനെ കൊണ്ടുവരണം, ജനുവരിയിൽ പുതിയ പ്ലേയേഴ്സിനെ കൊണ്ടുവരണം. ഇതിനൊക്കെ മാനേജ്മെൻറ്റ് ജനുവരി ശ്രമിക്കും തന്നെ വിചാരിക്കുന്നു. ജനുവരി ട്രാൻസ്ഫർ വിൻഡോ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ ബംഗളൂരു FC സ്ട്രോങ് ആക്കിയ പോലെ നമ്മളുടെ ടീം സ്ട്രോങ് ആക്കിയതിനെ തന്നെയാണ് വരും കാല സീസണിൽ എത്ര വലിയ കോച്ചസ് വന്നാലും അവർക്ക് റിസൾട്ട് ഉണ്ടാക്കാനായി സാധിക്കും.
ജനുവരി ട്രാൻസ്ഫറിൻ്റെ ആയാലും മെയിൻ ട്രാൻസ്ഫറിൻ്റെ ആയാലും നമ്മൾ പ്ലേയേഴ്സിനെ കൊണ്ടുവരാൻ മടി കാണിക്കും. നമ്മളുടെ മാനേജ്മെൻറ്റ് കാണിക്കുന്ന മെയിൻ പ്രശ്നം ബെഞ്ച് സ്ട്രെങ്ത് ഇല്ലാത്ത നമ്മുടെ ടീമിൻ്റെ മെയിൻ പ്രശ്നമാണ്. ടീമിനല്ലാതെ റൈറ്റ് ബാക്ക് വേറെ പ്ലേയേഴ്സ് ഇല്ല. ഏതായാലും വരും സീസണുകളിൽ ജനുവരിയിലൊക്കെ പ്ലേയേഴ്സിനെ കൊണ്ടുവരുന്ന പ്രതീക്ഷിക്കും.